എറണാകുളം മലയിടം തുരുത്തിലെ പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സംരക്ഷണ സദസ്സുമായി CPIM. കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. പോലീസ് നടപടി അംഗീകരിക്കേണ്ടതില്ല എന്നും പ്രശ്നപരിഹാരത്തിന് LDF സർക്കാർ തുടങ്ങിവെച്ച നടപടികൾ തുടരണമെന്നും മുൻ മന്ത്രി P. രാജീവ് ആവശ്യപ്പെട്ടു. കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രതിഷേധിച്ച 50ഓളം പേർക്കെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് പോലീസ് കേസെടുത്തു. പാരിയത്തുകാവിലെ 8 ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള അഭിഭാഷക കമ്മീഷന്റെ നടപടി പോലീസ് ഇടപെടലിലേക്ക് കടന്നതോടെയാണ് ഇന്നലെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. പോലീസിനെ തടഞ്ഞ CPIM പ്രവർത്തകർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെയാണ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് തടിയിട്ടപ്പറമ്പ് പോലീസ് കേസെടുത്തത്. ഇതിനെതിരെയാണ് CPIM സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. ഒരു പോലീസ് നടപടിയെയും ഇവിടുത്തെ ജനമുന്നേറ്റം അംഗീകരിക്കേണ്ടതില്ലെന്നും പാരിയത്തുകാവിൽ പ്രശ്നപരിഹാരത്തിന് ഇടത് സർക്കാർ തുടങ്ങിവെച്ച നടപടികൾ നിലവിലെ സർക്കാർ പൂർത്തീകരിക്കണമെന്നും സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് P. രാജീവ് പറഞ്ഞു. പുതിയ വിധികളൊന്നും വന്നിട്ടില്ല, പുതിയ നിലപാടുകളൊന്നും വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ളത് ഗവൺമെന്റ് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇതാണോ ഈ സർക്കാരിന്റെ പിന്തുടരാൻ പോകുന്ന പോലീസ് നയം? അതിന്റെ ഒരു പ്രതിഫലനമാണോ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? അതല്ലെങ്കിൽ ഗവൺമെന്റ് അത് ശരിയായ രൂപത്തിൽ ഇടപെടണം. ഇത് നിർബന്ധിതമായി ഇവരുടെ കണ്ണീരിന് മുമ്പിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് നിശബ്ദരായിരിക്കാൻ കഴിയുന്നത്? പ്രദേശവാസികളുടെ വീടുകൾ P. രാജീവ് സന്ദർശിച്ചു. പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ പ്രദേശവാസികളിൽ പലരും ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. പോലീസുകാർ ചവിട്ടിക്കൂട്ടി, അച്ഛന് ഹാർട്ടിന് കംപ്ലൈന്റ്, കിഡ്നിക്ക് കംപ്ലൈന്റ്, കാലിന് കമ്മി കെട്ട് കിടക്കണം. ആ മനുഷ്യനെ ചവിട്ടിക്കൂട്ടി ഇപ്പം മെഡിക്കൽ കോളേജിൽ കിടക്കാം. ഞങ്ങൾക്ക് കിടക്കാൻ പണം വേണം. ഇവിടെ ചവിട്ടിക്കൂട്ടി അവള് സാരി കൊടുത്തായിരുന്നു. അവള് പാർവാടി ടീച്ചറാ. അതിവിടെ വന്നപ്പോ ഇന്നലെ നടന്ന പോലീസ് നടപടിയിൽ എറണാകുളം റൂറൽ SP-യോട് DIG റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൂടാതെ ഇന്നലെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് അഭിഭാഷക കമ്മീഷൻ ഇന്ന് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ഭൂമിയുടെ ഉടമസ്ഥതയെ ചൊല്ലി അരനൂറ്റാണ്ടായി തുടരുന്ന തർക്കമാണ് മലയിടം തുരുത്തിലേത്. ന്യൂസ് മലയാളം, കൊച്ചി.